ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസിന്റെ 4ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ സെഷനിൽ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ എലിമെന്റ്സിന്റെ നോമൻക്ലേച്ചറിനെ കുറിച്ച്, അറ്റോമിക് റേഡിയൈനെ കുറിച്ച്, ഏതൊക്കെ തരത്തിലുള്ള അറ്റോമിക് റേഡിയൈ ഉണ്ട്, അതിന്റെ ട്രെൻഡ് എന്താണ്, പീരിയോഡിക് ടേബിളിൽ അക്രോസ് ദ പീരിയഡ്, ഡൗൺ ദ ഗ്രൂപ്പ്, ഇതിലെന്ത് വ്യത്യാസങ്ങളാണ് വരാറ്, ഇതേമാതിരി തന്നെ അയോണൈസേഷൻ എനർജിയും അതിന്റെ ട്രെൻഡ് പീരിയോഡിക് ടേബിളിൽ എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ കൂടെ തന്നെ വളരെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഷീൽഡിംഗ് എഫക്റ്റും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ 2 കോൺസെപ്റ്റും നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, നോമൻക്ലേച്ചർ ഓഫ് എലിമെന്റ്സിന്റെ ഒരു ആവശ്യം വരുന്നത് 104ാമത്തെ എലിമെന്റിന്റെ ഡിസ്കവറിന്റെ സമയത്തുണ്ടായ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കൻ സയന്റിസ്റ്റും സോവിയറ്റ് സയന്റിസ്റ്റും വാദം ഉന്നയിച്ചു. അവരാണ് ആദ്യം ആ എലിമെന്റിനെ ഡിസ്കവർ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സയന്റിസ്റ്റ് അതിന് പേര് കൊടുത്തു റുദർഫോർഡിയം, സോവിയറ്റ് സയന്റിസ്റ്റ് അതിന് പേര് കൊടുത്തു കുർഷാറ്റോവിയം. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് IUPAC ഒരു തീരുമാനമെടുത്തു. ഇനി അങ്ങോട്ടേക്ക് തർക്കമില്ലാത്തൊരു പേര് കൊടുക്കുന്നവരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോമൻക്ലേച്ചർ വഴിയുള്ള പേരാൽ അവര് അറിയപ്പെടുമെന്ന്. അതിനു വേണ്ടിയിട്ടുള്ള നൊട്ടേഷൻസ് ആണ് നമുക്കിവിടെ തന്നത്. 0 എന്ന് പറഞ്ഞാൽ നില്ലാണ്, 1 അൺ എന്നാണ്, 2 ബൈ ആണ്, 3 ട്രൈ ആണ്, 4 ക്വാഡ്, 5 പെന്റ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഓക്ട്, 9 എൻ എന്നുള്ള രീതിയിലാണ്. ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ തികച്ചും യുണീക്ക് ആയത് കാരണം ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അറ്റോമിക് നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അറ്റോമിക് നമ്പർ 101 ആണെങ്കിൽ നമ്മൾ അതിനെ അൺ, നിൽ, അണ്ണിയം, അവസാനത്തെ നമ്പറിന്റെ കൂടെ ഒരു IUM ചേർക്കും. 104ാമത്തെ എലിമെന്റിന് നമ്മുടെ തർക്കം ഉണ്ടായ എലിമെന്റ് 104ാമത്തെ എലിമെന്റ് ആണ്. അതാണ് അൺനിൽ ക്വാഡിയം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഇതേമാതിരി നമുക്ക് എലിമെന്റ്സിനെ നോമൻക്ലേറ്റ് ചെയ്യാം. 111 എന്ന് പറഞ്ഞ എലിമെന്റിന്റെ പേര് ഇത് പ്രകാരമാണെങ്കിൽ അണ്ണിയം ആയിരിക്കും. 118ാമത്തെ എലിമെന്റിന്റെ പേര് ഓക്ടിയം ആയിരിക്കും. ഈ രീതിയിൽ എലിമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ അബവ് 100 നമുക്ക് നോമൻക്ലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് തർക്കം വന്നു കഴിഞ്ഞാലും പിന്നെ ഈ തർക്കം അവസാനിക്കുന്നവരെ ഈ എലിമെന്റ്സ് അറിയപ്പെടുന്ന IUPAC പ്രകാരമുള്ള നോമൻക്ലേച്ചർ വഴിയായിരിക്കും. ഓക്കെ, നമ്മൾ അറ്റോമിക് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഫാക്ടറാണ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ദി ഇലക്ട്രോൺ എന്നാണ്. പക്ഷേ ഈ അറ്റോമിക് റേഡിയസ് പല സാഹചര്യത്തിലാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് മെറ്റൽ ആണെങ്കിൽ മെറ്റലിൻ്റെ ലാറ്റിസിനകത്തായിരിക്കും ആറ്റംസ് പാക്ക് ചെയ്തിട്ട് കിടക്കുന്നുണ്ടാവുക. ആറ്റംസ് ആർ പാക്ഡ് ഇൻ മെറ്റാലിക് ലാറ്റിസ്. ഇപ്പോൾ അവരുടെ ബോണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ബോണ്ടാണ്. അപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യമാണ്. അതേമാതിരി ആയിരിക്കില്ല അവർ കോവലൻ ബോണ്ടഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത്. കോവലൻ ബോണ്ടഡ് ആയിട്ട് ഡയറ്റോമിക് ആയിട്ടാണ് മിക്കവാറും അവർ കിടക്കുക. 2 ആറ്റംസ് അവരുടെ ഓർബിറ്റൽസ് ഉപയോഗിച്ചിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതേമാതിരി തന്നെ അയോണിക് സ്റ്റേറ്റിലാവുന്ന സമയത്ത് അതിൽ കാറ്റയോൺ ഉണ്ടാവും, ആനയോൺ ഉണ്ടാവും. അപ്പോൾ ഈ ആറ്റംസ് പല സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല തരത്തിലുള്ള റേഡിയസ് ആയിട്ടാണ് ഇവരെ അഡ്രസ്സ് ചെയ്യുക. ഉദാഹരണത്തിന് മെറ്റാലിക് റേഡിയസ്, നമ്മൾ ട്രാൻസിഷൻ എലിമെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മെറ്റാലിക് റേഡിയസ് ആണ് പറയാറ്. നോൺ മെറ്റൽസിൻ്റെ കേസിൽ നമ്മൾ കോവലന്റ് റേഡിയസ് ആണ് ഉപയോഗിക്കുക. ചില കേസിൽ നമ്മൾ അയോണിക് റേഡിയസ് ഉപയോഗിക്കാറുണ്ട്. വേറെ ചില കേസിൽ വാൻഡർവാൾ റേഡിയസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മെറ്റാലിക് റേഡിയസ് എന്താണെന്ന് മനസ്സിലാക്കാം. മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 അഡ്ജസെന്റ് മെറ്റൽ ആറ്റം. അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള മെറ്റൽ ആറ്റംസ് പ്രസന്റ് ഇൻ ദി മെറ്റാലിക് ലാറ്റിസ്. മെറ്റാലിക് ലാറ്റിസിനകത്തുള്ള
തൊട്ടടുത്തുള്ള രണ്ട് അഡ്ജസൻറ്റ് ആറ്റത്തിൻ്റെ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിൻ്റെ പകുതിനെയാണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇതേമാതിരിയാണ് കോവലൻ്റ് റേഡിയസ്. ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു കോവലൻ്റ്ലി ബോണ്ടഡ് ആറ്റം ഇൻ എ മോളിക്യൂൾ ഈസ് നോൺ ആസ് കോവലൻ്റ് റേഡിയസ്. Ionic radius is the distance of the outermost shell of an anion or a cation from its nucleus. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ionic radius can be defined as the effective distance from the center of the nucleus of the ion up to which the electron cloud is under the influence of it. സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയം ഉള്ള സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. What are isoelectronic species? A species which contain same number of electrons is known as isoelectronic species. If it is ions or atoms, then they will have different nuclear charge. അവരുടെ ന്യൂക്ലിയർ ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. Isoelectronic species, we can see that atomic size decreases with increase of charge. Why? കാരണം atomic size depends upon the nuclear charge, the attraction between the protons in the nucleus and the electrons. അപ്പോൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആണ്, പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആവും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരും. കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം ആകർഷണ ബലം കൂടും. അപ്പം അതുകൊണ്ടാണ് ഐസോ ഇലക്ട്രോണിക് സീരീസിൽ അറ്റോമിക് സൈസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ചാർജ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ അയോണിക് റേഡിയസ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും കാറ്റയോണിൻ്റെ അയോണിക് റേഡിയസ് അറ്റോമിക് റേഡിയസിനേക്കാൾ കുറവായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ സോഡിയം ഉണ്ട്. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സമയത്ത് ഇലക്ട്രോൺസ് കുറഞ്ഞു. സോഡിയത്തിനകത്ത് 11 പ്രോട്ടോൺ ആണുള്ളത്. സോഡിയം ആറ്റത്തിനകത്ത് 11 ഇലക്ട്രോണും ഉണ്ട്. അത് കാറ്റയോൺ ആവുന്ന സമയത്ത് 11 പ്രോട്ടോണും 10 ഇലക്ട്രോണുമായി മാറും. ഇപ്പോൾ 11 പ്രോട്ടോണിന് 10 ഇലക്ട്രോണിനെ കൂടുതൽ ശക്തമായ രീതിയിൽ ആകർഷിക്കാൻ പറ്റും. അപ്പോൾ സൈസ് കുറഞ്ഞു പോകുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് കേസ് ആയിരിക്കും. ഒരു ആറ്റത്തിനകത്തേക്ക് ഒരു ഇലക്ട്രോൺസ് വന്നു ചേരുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആറ്റം ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന സമയത്ത് അത് ആനയോണായി മാറും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിനേക്കാൾ കൂടും. പ്രോട്ടോണിൻ്റെ ആകർഷണ ബലം കുറയും, സൈസ് കൂടും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ റേഡിയസ്, കാറ്റയോണിൻ്റെ റേഡിയസ് അറ്റോമിക് റേഡിയസിനേക്കാൾ കുറയാനും ആനയോണിൻ്റെ റേഡിയസ് അറ്റോമിക് റേഡിയസിനേക്കാൾ കൂടാനുമുള്ള കാരണം. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും ന്യൂക്ലിയസിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് ആ നീല കളറിൽ ഷെയ്ഡ് ചെയ്ത്. അതിനാണ് ഇന്നർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ധാരണയിൽ ഇലക്ട്രോൺസ് ഒരു പാർട്ടിക്കിളാണ്. പക്ഷേ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺസിന് ഡുവൽ നേച്ചർ ഉണ്ടെന്ന്. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേമാതിരി തന്നെ വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ ഇന്നർ ഇലക്ട്രോൺസിനെ നമ്മൾ ഒരു ഫീൽഡായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു ഫീൽഡാണ്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസിൻ്റെ നടുക്കിൽ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് കൊണ്ട് എന്താ സംഭവിക്കുക? ഏറ്റവും പുറമേത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് ആവില്ല. അതിനേക്കാൾ കുറഞ്ഞ ന്യൂക്ലിയർ ചാർജ് മാത്രമേ അനുഭവപ്പെടുള്ളൂ. അതിൻ്റെ കാരണം ഇന്നർ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയർ ചാർജിനെ തടയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആവരണം മാതിരി ആ ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ന്യൂക്ലിയർ ചാർജിനെയാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനേക്കാൾ കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? എത്രത്തോളം ഇന്നർ ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യുന്നോ അത്ര കുറവായിരിക്കും. അതുകൊണ്ടാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഈക്വൽ ടു ന്യൂക്ലിയർ ചാർജ് മൈനസ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതും അറ്റോമിക് സൈസും തമ്മിൽ എന്താ ബന്ധം?
എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം സൈസ് ഡിക്രീസ് ചെയ്യും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പം സൈസ് ഇൻക്രീസ് ചെയ്യും. ട്രെൻഡ്സ് ഓഫ് അറ്റോമിക് റേഡിയസ് കാണാം. എപ്പോഴും പീരിയോഡിക് ടേബിളിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ട്രെൻഡ്സ് കാണാറ്. ഒന്ന് അക്രോസ് ദ പീരിയഡ് ആണ്, മറ്റേത് ഡൗൺ ദ ഗ്രൂപ്പ് ആണ്. ഇനി അക്രോസ് ദ പീരിയഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പീരിയഡ് ആണ് നമ്മൾ എടുത്തത്. അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് അക്രോസ് ദ പീരിയഡ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദ റീസൺ ഈസ് ഇൻക്രീസ് ഇൻ ദി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ഇനി ഡൗൺ ദ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് കൊടുത്തിട്ടുണ്ട്, ഹാലോജൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ രണ്ടിൻ്റെ ട്രെൻഡ് കാണാൻ പറ്റും. ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയായി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വെൻ യു കം ഡൗൺ ദ ഗ്രൂപ്പ് എ ന്യൂ ഷെൽ ഈസ് ബീങ് ആഡഡ്. ഒരു പുതിയ ഷെൽ ആഡ് ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെ ഘടകമാണ് അറ്റോമിക് റേഡിയൈനെ ബാധിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ശ്രദ്ധിക്കുക, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് അല്ല, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജാണ്. അത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കണം. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം അറ്റോമിക് റേഡിയായി കുറയും. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് മൈനസ് ഷീൽഡിംഗ് എഫക്റ്റ്. ന്യൂക്ലിയർ ചാർജ് മൈനസ് ഷീൽഡിംഗ് എഫക്റ്റ് ആണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം അറ്റോമിക് സൈസ് കുറയും. അതാണ് ശരിക്കും അക്രോസ് ദ പീരിയഡ് സംഭവിക്കുന്നത്. അക്രോസ് ദ പീരിയഡ് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. It is because effective nuclear charge is increasing. രണ്ടാമത്തെ ഫാക്ടർ വാലൻസി ഷെല്ലിൻ്റെ സൈസ് തീരുമാനിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. വാലൻസി ഷെല്ലിൻ്റെ സൈസ് കൂടുമ്പം അറ്റോമിക് റേഡിയായി ഇൻക്രീസ് ചെയ്യും. അതാണ് ഡൗൺ ദ ഗ്രൂപ്പ് സംഭവിക്കുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് പുതിയ ഷെൽ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ശരിക്കും വാലൻസി ഷെല്ലിൻ്റെ വാല്യൂ കൂടുകയാണ് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് പീരിയോഡിക് ടേബിളിൽ.